ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ 2023-24 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. അഥവാ ഇന്ന് നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അവയുടെ ആൻസേഴ്സുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും നന്നായിട്ട് തന്നെ എക്സാമൊക്കെ എഴുതിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്, ആൻസേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ പ്രവർത്തനം, വാച്ച് ദ പിക്ചർ കെയർഫുള്ളി. താഴെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്, അത് നന്നായി ശ്രദ്ധിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ഫോറസ്റ്റ് ആണല്ലേ, ഫോറസ്റ്റിൽ 4 ഫ്രണ്ട്സാണ് അവിടെ ഉള്ളത്. ആരൊക്കെയാണ്? കൗ, മൗസ്, ഡിയർ ആൻഡ് ടോട്ടോയിസ്. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ലിസൺ ടു യുവർ ടീച്ചർ ആൻഡ് റൈറ്റ് ദ ആൻസേഴ്സ് ടു ദ ക്വസ്റ്റ്യൻസ്. താഴെയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൂ വേർ ദ 4 ഫ്രണ്ട്സ് ഇൻ ദ ഫോറസ്റ്റ്? ആരൊക്കെയാണ് അവിടെയുള്ള 4 ഫ്രണ്ട്സുകൾ? ഡിയർ, മൗസ്, ടോട്ടോയിസ് ആൻഡ് ക്രോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എവറി ഈവനിങ് ദേ യൂസ്ഡ് ടു ഗ്യാദർ നിയർ ദ ഡാഷ് പോണ്ട്, ലേക്ക്, റിവർ. എവിടെയായിരുന്നു? ലേക്കാണ് ആൻസർ. തേർഡ് ക്വസ്റ്റ്യൻ, ദ ഡാഷ് വാസ് മിസ്സിങ്. ആരാ മിസ്സായത് അവിടെ? ഡിയർ ആണല്ലേ, ഡിയർ ആണ് മിസ്സായിട്ടുണ്ടായിരുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ദ ഡിയർ ഓൾവേസ് കംസ് ഏർലി ഡാഷ്, ട്രൂ ഓർ ഫോൾസ്? ദാറ്റ് ഈസ് ട്രൂ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഐ വിൽ ഗോ ആൻഡ് ചെക്ക് ഹൂ സെഡ് ദീസ് വേർഡ്സ്. ആരാണ് പറഞ്ഞത്? ദ ക്രോ, ക്രോ ആണത് പറഞ്ഞത് അല്ലേ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒരു ഡിസ്ക്രിപ്ഷൻ ആണ്. ഇവിടെ ഈ പിക്ചറാണ് തന്നിട്ടുള്ളത്. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ബിലോ ആൻഡ് ഡിസ്ക്രൈബ് ദ ഇവൻറ്റ്സ്. ഈ ഇവൻറ്റ്സുകളെല്ലാം നമ്മളൊന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ദ ക്രോ സോ ദ ഡിയർ നിയർ ഇറ്റ്സ് എ നെസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണോ ഓരോ പിക്ചേഴ്സിലും ഉള്ളത് ആ കാണുന്നത് നമ്മളൊന്ന് ഓർഡർ ആക്കി എഴുതുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് എന്താ കാണുന്നത്? ഒരു മരം വെട്ടുകാരൻ പോകുന്നതാണല്ലേ. അപ്പോൾ അവിടെ ആ നെസ്റ്റിനുള്ളിൽ 2 ക്രോ ഉണ്ട്. അതിനുശേഷം അയാൾ ആ മരം മുറിക്കുകയാണ്. അപ്പോൾ ഈ ഇവൻറ്റ്സ് കൂട്ടുകാർ ഓർഡർ ആയിട്ടാണ് എഴുതേണ്ടത്. അത് എഴുതിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൽ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പോസ്റ്ററാണ്. ലുക്ക് അറ്റ് ദ പിക്ചർ ബിലോ. എന്താണ് ഇവിടെ? ആ മരം വെട്ടുകാരൻ മരം വെട്ടിയതാണല്ലേ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്ററാണ് നിങ്ങൾ തയ്യാറാക്കേണ്ടത്. അപ്പോൾ പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളെ പോസ്റ്ററുമായി ബന്ധപ്പെട്ട ഒരു പിക്ചർ വരച്ചു കൊടുക്കണം. ഒരു ബോക്സിനുള്ളിലായിരിക്കണം പോസ്റ്റർ തയ്യാറാക്കേണ്ടത്. പിന്നെ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കോട്ട്സ് കൊടുക്കാം. ഇവിടെ എന്ത് കൊടുക്കാം? സേവ് ട്രീ അല്ലേ, സേവ് ട്രീ, സേവ് നേച്ചർ, ഇങ്ങനെ എന്തെങ്കിലും നമുക്ക് കൊടുക്കാം. ഇനി ഇതിലെ നെക്സ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് കോൺവെർസേഷൻ ആണ്. ദ ചൈൽഡ്സ് ഫാദർ വെന്റ് ടു ദ ഫെസ്റ്റിവൽ കമ്മിറ്റി ഓഫീസ്. ഹി ടോൾഡ് ദ മാൻ ഇൻ ദ ഓഫീസ് അബൌട്ട് ഹിസ് മിസ്സിംഗ് ചൈൽഡ്. എന്താണ്? ഫാദർ ഉത്സവ കമ്മിറ്റിയിലേക്ക് എത്തി, എന്നിട്ട് അയാളോട് പറഞ്ഞു എൻ്റെ മോനെ കാണാതായ വിവരം. പ്രിപ്പയർ എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ മാൻ ഇൻ ദ ഫെസ്റ്റിവൽ കമ്മിറ്റി ഓഫീസ് ആൻഡ് ചൈൽഡ്സ് ഫാദർ. അപ്പോൾ ഫെസ്റ്റിവൽ കമ്മിറ്റി ഓഫീസറും ചൈൽഡ്സ് ഫാദറും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ്. നമ്മൾ മോഡൽ പേപ്പർ നോക്കിയപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിയോയും റിയോയുടെ മദറും പോലീസ്മാനും തമ്മിലുള്ളത് അല്ലേ. അതേ സെയിം പാറ്റേൺ തന്നെ നമുക്ക് ഇവിടെ എഴുതാം. എന്താണ്? എൻ്റെ മോനെ, ഐ ലോസ് മൈ ചൈൽഡ്. അപ്പോൾ ഓഫീസർ ചോദിക്കും, വേർ ഡിഡ് യു ലോസ് യുവർ ചൈൽഡ്? എവിടുന്നാണ് നിങ്ങളുടെ മോനെ നിങ്ങൾക്ക് നഷ്ടമായത്? അപ്പോൾ എവിടുന്നാ പറയുക? ഫ്രം ഹിയർ, ഇവിടുന്നാണ് നഷ്ടമായത്. ദെൻ വാട്ട് ഈസ് ദ യുവർ ചൈൽഡ് ഈസ് വിയർ? എന്താണ് നിങ്ങളുടെ കുട്ടി ധരിച്ചിട്ടുണ്ടായിരുന്നത്? അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ചോദിക്കേണ്ടത്. ഇനി അടുത്തത് സീക്വൻസ് ദ ഇവൻറ്റ്സ് ആണ്. ഡു യു റിമെമ്പർ ഇവാൻ? നിങ്ങൾ ഇവാനെ ഓർക്കുന്നുണ്ടോ? ഹിയർ ആർ സം ഇവൻറ്റ്സ് ഫ്രം ദ സ്റ്റോറി ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്. ലാംഗ്വേജ് ഓഫ് ദ ബേർഡ്സ് എന്നതിൽ നിന്നുള്ള കുറച്ച് ഇവൻറ്റ്സ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. സീക്വൻസ് ദ ഇവൻറ്റ്സ് ആൻഡ് റൈറ്റ് ഇൻ ദ സ്പേസ് ഗിവൺ ബിലോ. താഴെ തന്നിട്ടുള്ള സ്പേസിൽ നിങ്ങളത് ഓർഡർ ആക്കി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് വരുന്നത് ദ മെർച്ചൻറ്റ് ഗേവ് ഇവാൻ എ ഡ്രിങ്ക്. സെക്കൻഡ് വരുന്നത് ദ മെർച്ചൻറ്റ് പുഷ്ഡ് ദ ബോട്ട് ഇൻ ടു ദ ഓപ്പൺ സീ. തേർഡ് വരുന്നത് ദ ക്യാപ്റ്റൻ സോ ഹ്യൂജ് വേവ്സ് ബ്രേക്കിംഗ് ഇൻ ദ സീ. ഫോർത്ത് വരുന്നത് ഇവാൻ ബിക്കെയിം ദ കിങ്. ഫിഫ്ത്ത് വരുന്നത് ദ മെർച്ചൻറ്റ് ബിക്കെയിം ദ സെർവൻറ്റ്. ഇങ്ങനെയാണ് അതിൻ്റെ കറക്റ്റ് സീക്വൻസ് ആയിട്ട് വരേണ്ടത്. അപ്പോൾ കൂട്ടുകാർ താഴെ എടുത്ത് എഴുതിയാൽ മാത്രം മതി. ഓക്കെ, ഇനി അടുത്തത് ക്രോസ് വേർഡ് പസിലാണ്. റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ആൻഡ് കംപ്ലീറ്റ് ദ ക്രോസ് വേർഡ് പസിൽ. ഫസ്റ്റ് വൺ, ദ കിങ് ഓഫ് ദ കൺട്രി വാസ് വെരി മച്ച്. എന്താണ്? വെരി മച്ച് അനോയ്ഡ്. ഓക്കെ, ദെൻ ഇവാൻ എവിടേക്കാണ് പോയത്? അങ്ങനെ ഓരോന്നിൻ്റെയും ആൻസർ നിങ്ങളെ കറക്റ്റ് ആയിട്ടുള്ള ക്രോസ് വേർഡിൽ ആ പസിലിൽ എഴുതി കൊടുത്താൽ മാത്രം മതി. തേർഡ് വൺ, ദ കിങ് ഓർഡർ ദ മെൻ ടു സ്റ്റോപ്പ് കട്ടിങ് ദ അറിയാമല്ലേ. ദെൻ ഇവാൻ ആസ്ക് ദ ഡാഷ് ടു ഓപ്പൺ ദ വിൻഡോസ്. കൂട്ടുകാർ എല്ലാ ആൻസറും എഴുതിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ നോക്കി ജസ്റ്റ് നമ്മൾ പറഞ്ഞു പോവുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് ആൻസേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ നമ്മൾ അപ്ലോഡ് ചെയ്ത് തരുന്നതാണ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.